അതെ, മാങ്ങ ഇനി മുറിച്ച് ഫ്രീസറിൽ വയ്ക്കുക ഒന്നും വേണ്ട. ഇതേപോലെ മുഴുവനായിട്ടും തന്നെ നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും. നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല കിടിലൻ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കുക, എത്ര മാസങ്ങൾ കഴിഞ്ഞാലും മാങ്ങ ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്ത് ടിപ്പാണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഈ ഒരു ടിപ്പ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ മാങ്ങാ സീസൺ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വീട്ടിൽ മാങ്ങ ഉണ്ടാവും. ആദ്യം തന്നെ നമുക്ക് എല്ലാ മാങ്ങയും നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ചതഞ്ഞ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. നല്ല മാങ്ങ മാത്രമാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാങ്ങയൊക്കെ നമുക്കൊന്ന് തുടച്ചെടുക്കാം. മാങ്ങയുടെ വെള്ളമൊക്കെ നമ്മൾ തുടച്ച് കളയുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്യണം. ഈ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ചൊന കൂടി തുടച്ച് കളയണം. അപ്പോൾ ചെറിയ ഞെട്ടാണെങ്കിലും നമ്മൾ ഇതേപോലെ തുടക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ചേർത്ത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതേപോലെ തുടച്ച് ആ ഒരു ചെനയൊക്കെ കളയണം. എല്ലാം മാങ്ങ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലിക്വിഡ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരിയോടൊപ്പം തന്നെ ഒരു സ്പൂണോളം ഒലീവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര, 1/2 സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര, വിനാഗിരി ഇതെല്ലാം തന്നെ ഫുഡ് പ്രിസർവ് ചെയ്യാൻ വെക്കുന്നതിനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒലീവ് ഓയിലിൻ്റെ ആ ഒരു അംശം കൂടി ഉണ്ടാകുമ്പോൾ മാങ്ങയിൽ അങ്ങനെ ഈർപ്പം തട്ടിയിട്ട് ചീഞ്ഞു പോവുകയോ കേടാവുകയോ ഒന്നുമില്ല. അപ്പോൾ അത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡ് ഈ മാങ്ങയുടെ ഞെട്ടിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം. ഞെട്ടിൻ്റെ ഭാഗത്ത് ഇതേപോലെ വച്ചു കൊടുത്തിട്ട് ഒരു സെക്കൻഡ് ഒന്ന് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആ നീര് തന്നെ നമുക്ക് ഈ മാങ്ങയുടെ മുകളിൽ മൊത്തമായിട്ട് ഇതേപോലെ അങ്ങ് തേച്ച് കൊടുക്കുക. നോക്കിയേ, ഇതേപോലെ മാങ്ങയുടെ ചുറ്റിനുമായിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഈ ഒരു വെള്ളം അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ മാങ്ങയും നമുക്ക് ഇതേപോലെ ഈ ലിക്വിഡ് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ചതവോ അല്ലെങ്കിൽ ഇതിൽ ചെറിയ കേടൊക്കെ ഉള്ള മാങ്ങ കാണുകയാണെങ്കിൽ അത് ഒഴിവാക്കണം. കാരണം ഒരു മാങ്ങ ചീത്ത ഉണ്ടെങ്കിൽ എല്ലാ മാങ്ങയും പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ നല്ല മാങ്ങ മാത്രമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കേണ്ടത്. എല്ലാ മാങ്ങയും ലിക്വിഡിൽ ഇതേപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിയുള്ള പേപ്പറിൽ ഓരോ മാങ്ങ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്കാണ് എടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ ന്യൂസ് പേപ്പറിനേക്കാൾ കുറച്ചുകൂടി കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പേപ്പറിൽ ഓരോ മാങ്ങ ഇതേപോലെ നമുക്ക് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ മാങ്ങയും നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള ഒരു കവറാണ്. അപ്പോൾ ഇതേപോലെയുള്ള കട്ടിയുള്ള കവർ എടുക്കണം. സാധാ കിറ്റ് എടുക്കരുത്. ഇതേപോലെ അത്യാവശ്യം കട്ടിയുള്ള ഒരു കവർ എടുത്തിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ഈ മാങ്ങകൾ ഇതേപോലെ നിരത്തി വെക്കാം. ഒട്ടും എയർ കടക്കാത്ത രീതിയിൽ നന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കേണ്ടത് ഫ്രീസറിലേക്കോ ഒന്നുമല്ല, നമ്മുടെ ഫ്രിഡ്ജിൽ ഏറ്റവും താഴെയുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ബോക്സിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു ബോക്സിൽ താഴെയായിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിന് മുകളിൽ പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ബോക്സിൽ ഇരിക്കുകയാണെങ്കിൽ മാങ്ങ ഒട്ടും തന്നെ ചീത്തയാവില്ല. അപ്പോൾ എപ്പോഴും കറണ്ട് പോകുന്ന ഏരിയയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു പേപ്പറിൽ ഈർപ്പം വരാൻ ചാൻസ് ഉണ്ട്. ഈർപ്പം കൊണ്ട് പേപ്പർ നനഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ നമുക്ക് ആ പേപ്പർ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ എത്ര നാളിരുന്നാലും മാങ്ങ ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലിരുന്ന ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വച്ചതാണ്. നോക്കിക്കുക, എന്നാൽ പോലും മാങ്ങ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ മാങ്ങ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാങ്ങ ഇല്ലാത്ത സീസണിൽ നമുക്ക് കറിയിലിടാനോ അല്ലെങ്കിൽ അച്ചാറിടാനോ ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വെച്ചത് ഇതേപോലെ ചെനച്ച് തുടങ്ങിയ മാങ്ങയാണ്. ഈ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഇഷ്ടമുള്ളവർ, മാങ്ങയൊക്കെ ഇഷ്ടമുള്ളവർ ഇതേപോലെ സേവ് ചെയ്ത് വെച്ചോളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണേ. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്